പെട്ടുപോയതാണ്, പെടുത്തിയതാണ്. അള്ളാഹുവിൻ്റെ നാമത്തിൽ പേരുകൾ വെച്ചിട്ട് യവൻ മനഃപൂർവ്വം ആളുകളെ ചതിക്കുകയാണ് ചെയ്തത്. യവൻ 99 അള്ളാഹുവിൻ്റെ നാമങ്ങളുള്ള 99 നാമത്തിലാണ് യവൻ ഷോപ്പുകൾ തുടങ്ങിയിരിക്കുന്നത്. ചാലക്കമ്പളത്തിൽ തുണികൾ നടത്തി അന്ന് ഇവൻ്റെ കൊള്ളരുതായ്മ കൊണ്ട് ഇവൻ്റെ വാപ്പ യവനെ ആ കടയിൽ നിന്ന് അടിച്ചിറക്കി ഓടിച്ചു വിട്ടു. ദുബായി പോയി അവിടെ എന്തൊക്കെ ഫ്രോഡ് പണികൾ ചെയ്ത് അവൻ ഏതോ ഒരു സ്വർണ്ണക്കടയിലും കൊണ്ട് കയറി നിന്ന് അവിടെ നിന്ന് കുറച്ച് സ്വർണ്ണത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവൻ ഇവിടെ വന്നാണ് ഈ സ്വർണ്ണ തട്ടിപ്പ് തുടങ്ങിയത്. ഫ്രണ്ട് പേജിൽ മുഖ്യമന്ത്രിയുടെ പടം വെച്ച് മനോരമയൊക്കെ പരസ്യം ചെയ്തിരുന്നു. അതൊക്കെ കണ്ടപ്പോഴത്തേക്കാണ് ഈ പാവപ്പെട്ടവരെല്ലാം പെട്ടുപോയത്. ഇങ്ങനെ അവൻ ഈ തട്ടിപ്പ് നടത്തി മുങ്ങിയപ്പോൾ ഒരൊറ്റ പത്രക്കാരൻ വന്ന് കമാന്ന രക്ഷനെ ഈ പാവപ്പെട്ട മനുഷ്യരെടുത്ത് ചോദിച്ചിട്ടില്ല. മറുനാടനാണ് ആദ്യമായിട്ട് ഈ കേസ് കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് ഇവൻ കള്ളനാണെന്നുള്ള വിവരം വെളിയിൽ അറിയിക്കുന്നത്. ബാക്കി ആരും പറഞ്ഞിട്ടില്ല. നമസ്കാരം. അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞ് അൽമുക്താദിർ ജ്വല്ലറി പാവപ്പെട്ട ജനങ്ങളിൽ നിന്നും തട്ടിയെടുത്തത് കോടിക്കണക്കിന് രൂപയാണ്. ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളെല്ലാം തന്നെ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പുറത്ത് വന്നതാണ്. എന്തായാലും ഈ ജ്വല്ലറി ഉടമകൾ എവിടെ പോയി എന്നുള്ള ചോദ്യമാണ് നിലവിലിപ്പോൾ ഈ നിക്ഷേപകർ ഉൾപ്പെടെ ഉന്നയിക്കുന്നത്. നിരവധി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ ഈ ഒരു തട്ടിപ്പിനെതിരെ പരാതി കൊടുത്തു എങ്കിലും കൃത്യമായ നിയമ നടപടികളൊന്നും തന്നെ അധികാരികൾ സ്വീകരിക്കുന്നില്ല എന്നാണ് തട്ടിപ്പിന് ഇരയായവർ നിരവധി ജനങ്ങൾ പറയുന്നത്. ഞങ്ങൾ കൊല്ലം കടയ്ക്കലെന്ന് പറയും. കടയാണ് നിക്ഷേപിച്ചത്. പഴവങ്ങാടി ബ്രാഞ്ചിലാണ് ഇട്ടത്. അൽമുക്താദിറിൻ്റെ അൽഖാദിർ. എത്ര പണം? എത്ര പണമാണ്? ഞാൻ 10 ഇട്ടിട്ടുണ്ട്. 10 ലക്ഷം ഇട്ടിട്ടുണ്ട്. 10 ലക്ഷം ഇട്ടിന് മാസം 1,02,000 രൂപ വെച്ച് തരാമെന്നുള്ള വ്യവസ്ഥയിലാണ് പണം ഇട്ടത്. എന്നിട്ട് നമുക്ക് എന്ന് സ്വർണം ആവശ്യമുണ്ടോ അന്ന് ഈ സ്വർണം പണിക്കൂലി ഇല്ലാതെ അന്നത്തെ വിലയൊന്നും നോക്കൂല. നിങ്ങളിട്ട ആ സ്വർണം എത്ര രൂപയ്ക്കുള്ളതുണ്ടോ എത്ര ഗ്രാമുണ്ടോ ആ ഗ്രാം സ്വർണം തിരിച്ചു തരും എന്നുള്ള എഗ്രിമെൻറ്റിലാണ് എല്ലാവരും കൊണ്ടുവന്ന് അവിടെ ഈ പഴവങ്ങാടി കൊണ്ടുവന്ന് പണം ഇട്ടത്. പഴവങ്ങാടിയിൽ നിന്ന് മാത്രമല്ല ഇവൻ്റെ എല്ലാ ഷോപ്പുകളിലും കൊണ്ട് ആൾക്കാർ പണം ഇട്ടത് അങ്ങനെയാണ്. കാരണം നിങ്ങൾക്ക് പണം വേണമെന്നുണ്ടെങ്കിൽ പണം തരും. അന്നത്തെ പേപ്പർ റേറ്റ് എത്രയാണെന്ന് വെച്ചാൽ അത് തരും. അതല്ല നിങ്ങൾക്ക് സ്വർണ്ണമാണ് തിരിച്ചു വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സ്വർണം പണിക്കൂലി ഇല്ലാതെ നിങ്ങൾക്ക് തിരിച്ചു തരും എന്നുള്ള വ്യവസ്ഥയിലാണ് നമ്മളെല്ലാവരും കൊണ്ടുവന്ന് പെട്ടുപോയതാണ്, പെടുത്തിയതാണ്. അള്ളാഹുവിൻ്റെ നാമത്തിൽ പേരുകൾ വെച്ചിട്ട് യവൻ മനഃപൂർവ്വം ആളുകളെ ചതിക്കുകയാണ് ചെയ്തത്. യവൻ 99 അള്ളാഹുവിൻ്റെ നാമങ്ങളുള്ള 99 നാമത്തിലാണ് യവൻ ഷോപ്പുകൾ തുടങ്ങിയിരിക്കുന്നത്. അതിൽ യവൻ ആൾക്കാരെ മനഃപൂർവ്വം വഞ്ചിക്കുകയാണ് ചെയ്തത്. യവൻ പണ്ടും പല രീതിയിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇവൻ്റെ വാപ്പ ചാലക്കമ്പളത്തിൽ തുണിക്കട ഉണ്ടായിരുന്നു. ആ ചാലക്കമ്പളത്തിൽ തുണിക്കട നടത്തി അന്ന് ഇവൻ്റെ കൊള്ളരുതായ്മ കൊണ്ട് ഇവൻ്റെ വാപ്പ യവനെ ആ കടയിൽ നിന്ന് അടിച്ചിറക്കി ഓടിച്ചു വിട്ടു. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാണ്. അവൻ ഇവിടെ നിന്ന് എങ്ങനെയോ ദുബായി പോയി അവിടെ എന്തൊക്കെ ഫ്രോഡ് പണികൾ ചെയ്ത് അവൻ ഏതോ ഒരു സ്വർണ്ണക്കടയിലും കൊണ്ട് കയറി നിന്ന് അവിടെ നിന്ന് കുറച്ച് സ്വർണ്ണത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവൻ ഇവിടെ വന്നാണ് ഈ സ്വർണ്ണ തട്ടിപ്പ് തുടങ്ങിയത്. അവൻ തട്ടിക്കാനായിട്ട് തന്നെയാണ് ഈ സ്ഥാപനം തുടങ്ങിയത്, അല്ലാതെ ഒന്നുമില്ല. മുഖ്യമന്ത്രിയുടെ പടം വെച്ച് ഫ്രണ്ട് പേജിൽ മുഖ്യമന്ത്രിയുടെ പടം വെച്ച് മനോരമയൊക്കെ പരസ്യം ചെയ്തിരുന്നു. പരസ്യം ചെയ്തിരുന്നു. ഈ പരസ്യം കണ്ടപ്പോഴത്തേക്കും ആൾക്കാരെല്ലാം അവൻ്റെ കട ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രിയാണ് ഒരു ഷോപ്പ്. അതൊക്കെ കണ്ടപ്പോഴത്തേക്കാണ് ഈ പാവപ്പെട്ടവരെല്ലാം പെട്ടുപോയത്. മനോരമയിൽ ഫുൾ പേജ് പരസ്യം ഉണ്ടായിരുന്നു. അൽമുക്താദിറിൻ്റെ മനോരമ, മാതൃഭൂമി, അങ്ങനെയുള്ള പല മുൻ പത്രങ്ങളിലെല്ലാം പരസ്യം ഉണ്ടായിരുന്നു. എന്നിട്ടിപ്പം ഇങ്ങനെ അവൻ ഈ തട്ടിപ്പ് നടത്തി മുങ്ങിയപ്പോൾ ഒരൊറ്റ പത്രക്കാരൻ വന്ന് കമാന്ന രക്ഷനെ ഈ പാവപ്പെട്ട മനുഷ്യരെടുത്ത് ചോദിച്ചിട്ടില്ല. ഒരൊറ്റ മുഖ്യധാര പത്രങ്ങളും ചോദിച്ചിട്ടില്ല. ഒരാൾ ബന്ധപ്പെട്ടിട്ടുമില്ല. ഇവിടെ ചെറിയ ചാനലുകൾ മാത്രമാണ് ഇതിൽ വന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിച്ച് ചെയ്യുന്നത്. മറുനാടനാണ് ആദ്യമായിട്ട് ഈ കേസ് കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് ഇവൻ കള്ളനാണെന്നുള്ള വിവരം വെളിയിൽ അറിയിക്കുന്നത്. ബാക്കി ആരും പറഞ്ഞിട്ടില്ലായിരുന്നു. നമ്മുടെ ഷുക്കൂറിലാണ്. അത് ഇതിൻ്റെ കുട്ടിയുടെ സ്വർണ്ണമാണ് പഴയ സ്വർണ്ണമാണ് കൊടുത്തിട്ട് 90 ഗ്രാം ബലം ഉണ്ടായിരുന്നു. പറ്റിപ്പിൽ പെട്ടതാണ്. അത് ഏജന്റ് മുഖാന്തരം പറ്റിപ്പിൽ പെട്ടുപോയതാണ്. ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഏകദേശം എത്ര രൂപയുടെ സ്വർണ്ണമുണ്ട്? ഏകദേശം 10 ലക്ഷം രൂപയുടെ പഴയ സ്വർണ്ണമാണ് കൊടുത്തിട്ട് പുതിയ സ്വർണ്ണം മോളുടെ സമയത്ത് തരാമെന്ന് പറഞ്ഞു. അവർ ഇപ്പോഴാണ് ഇതിൻ്റെ അവസ്ഥയിലായി അങ്ങനെ പറ്റിക്കപ്പെടുകയായിരുന്നു. അപ്പോൾ ഇതിൽ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രമാധ്യമങ്ങളാണ് അവരുടെ ന്യൂസ് കണ്ടിട്ടാണ് ഞങ്ങളും ചെന്ന് ഇതിൽ ഞങ്ങൾ സ്വർണ്ണം എടുക്കാൻ പോയതാണ്. അപ്പം ഞങ്ങളെ ഇതിൽ പിടിച്ചിട്ടിട്ട് ഞങ്ങളുടെ സ്വർണ്ണം കൂടുതൽ തരാം, നിങ്ങൾ തരുന്നതിനേക്കാൾ കൂടുതൽ തരാം, 11 മാസത്തെ എഗ്രിമെൻറ്റ് വെച്ചാണ്
സ്വർണ്ണം ഇതിൽ നിക്ഷേപിച്ചു. സ്വർണ്ണം നമ്മൾ ഇട്ടത് 11 മാസം കൊണ്ട് തിരിച്ചെടുക്കാൻ വേണ്ടി പോയപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനം അവിടെ ഇല്ല, കട അടച്ചു പൂട്ടി. അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ പറഞ്ഞു ഞങ്ങൾ ഒറിജിനൽ എല്ലാം സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഒരു 3 ദിവസത്തിനകത്ത് നിങ്ങളെ ക്യാഷ് തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ആളെ കാണാനില്ല, ആളിവിടെ ഇല്ല. ഇത് ആരാണോ എന്താണോ ഇത് ഭയങ്കര മറിമായം കണക്ക് കാണാതായിപ്പോയി. അത് എന്ത് സംഭവിച്ചെന്ന് നമുക്ക് സർക്കാരിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ സർക്കാർ ഇത് കെട്ടി തരും എന്നൊരു വിശ്വാസത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഈ കാണുന്ന എല്ലാം സ്ത്രീകളാണ്, അവരുടെ പെൺകുട്ടികളയക്കും. എൻ്റെ സഹോദരിയുടെ മോളെ അയക്കാൻ വേണ്ടിയാണ് ഞാൻ വെച്ചിരുന്ന സ്വർണ്ണമാണ്. അവരെല്ലാം കൂടെ എൻ്റെ അടുത്ത് തന്ന മാമനെന്ന നിലയിൽ എൻ്റെ തന്നപ്പോൾ ഞാൻ ഇതിലോട്ട് പെട്ടെന്ന് ഇതിൽ ചേട്ട് 11 മാസം തിരിച്ച് കിട്ടുമല്ലോ, നല്ല സ്വർണ്ണവും കിട്ടും. അപ്പോൾ ഇവർ പറയുന്ന ദുബൈയിൽ സ്വർണ്ണമാണ്. ദുബൈയിലെ ഷേക്കിൻ്റെ അടിയിൽ എവിടെയാണ് ഇവൻ പോയിരിക്കുന്നത് അറിയത്തില്ല. പക്ഷേ ഇവൻ എവിടെ പോയാലും ഈ സർക്കാർ അവനെ കൊണ്ടുവരും എന്നൊരു ഉറപ്പ് ഞാൻ കൊണ്ടുവന്ന് ഈ കാണുന്ന സ്ത്രീകൾക്കെല്ലാം അത് തിരിച്ചു കൊടുക്കണം, അവനെ കൊടുപ്പിക്കും. അത് ഞങ്ങൾ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. എത്ര പണം കിട്ടാൻ? എനിക്ക് തോന്നുന്നു 1 കോടി രൂപയുടെ മേളിൽ കിട്ടാനുണ്ട്. അപ്പം ഇപ്പം എനിക്ക് തോന്നുന്നു 10,000-ന് മേളിൽ കോടി രൂപ, 10,000-ന് മേളിൽ കോടി രൂപ ഇപ്പം ഇവിടുന്ന് ഇന്ത്യൻ മണി കൊണ്ട് മുങ്ങിയിരിക്കുകയും പറയുന്നത്. ഞാൻ ഓണത്തിന് വന്ന് എല്ലാവർക്കും ഊണ് കൊടുക്കാമെന്നാണ് പുള്ളി പറയുന്നത്. ഊണം കൊടുത്തിട്ട് എല്ലാവർക്കും കൈമടക്കി കാശ് കൊടുക്കാമെന്നാണ് പുള്ളി പറയുന്നത്. ഈ ഓണം വരെ വെയിറ്റ് ചെയ്യാൻ ആർക്കും പറ്റത്തില്ല. പലതവണ പെൺകുട്ടികളുടെ കല്യാണം മാറ്റിവെച്ച് ഇത് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ സർക്കാരിനെ ബോധിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ വന്നത്. എൻ്റെ പേര് ഷാജഹാൻ. എവിടുന്നാണ്? ഞാൻ ഇവിടെ വെമ്പായം. എവിടെയാണ് നിക്ഷേപിച്ചത്? എവിടെയാണ്? ഷുക്കൂറിലെ അതായത് പഴവങ്ങാടിയാണ്. പഴവങ്ങാടി. എത്ര പണം? എത്ര പണം? അത് കുറേ സ്വർണ്ണത്തിൻ്റെതാണ്, 150 ഗ്രാം സ്വർണ്ണത്തിൻ്റെത് വെച്ചാണ് വിളിച്ചത്, കൊണ്ട് കൊടുത്തത്. എന്താണ് ആദ്യം പറഞ്ഞത്? ഈ നിക്ഷേപിക്കുന്നതിന് മുൻപ് എന്താണ് പക്ഷേ നിങ്ങൾ കുഴപ്പമില്ല, നിങ്ങൾക്ക് അതിൻ്റെതായ പ്രോഫിറ്റ് എല്ലാം തരും, അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പറ്റിക്ക് അകപ്പെട്ടു പോയതാണ്. അവർ പിന്നെ ഈ പണം തിരിച്ചു തരുന്നില്ല നിലവിൽ ഇപ്പോൾ. എന്താണ് പിന്നെ തരാം, നമ്മൾ എഗ്രിമെൻ്റ് കഴിയുമ്പോൾ തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടൊന്നും പറയാനില്ല. ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, ഇപ്പോൾ സ്ഥലത്തില്ലായിരുന്നു. ഞാൻ പുതിയതായിട്ട് ഇവിടെ വന്നതേ ഉള്ളൂ. നിരവധി പേരാണ് ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പിന് ഇരയായിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെയുള്ളവർ ഈ ഒരു വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി ഈ ഒരു മൻസൂർ ഉൾപ്പെടെയുള്ള ഈ ജ്വല്ലറി ഉടമകളുടെ സ്വത്ത് വകകൾ കണ്ടുകെട്ടി ഇവർക്ക് ഇരകൾക്ക് നൽകണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.